ഇന്ത്യയുടെ വേൾഡ് കപ്പ് ടീമിനെ പ്രഖ്യാപിച്ചു. ഇനി ഒരു മാസം മാത്രമേ കാത്തിരിക്കേണ്ടതുള്ളൂ. ജൂണിലാണ് വേൾഡ് കപ്പ് നടക്കുന്നത്. ഇന്ത്യയുടെ ഗ്രൂപ്പിൽ അയർലൻഡ്, പാകിസ്ഥാൻ, കാനഡ, USA ഇതാണ് ഇന്ത്യയുടെ ഗ്രൂപ്പ്. ഇതിലെല്ലാവരും കാത്തിരിക്കുന്നത് പാകിസ്ഥാനെതിരെയുള്ള മാച്ചിന് വേണ്ടിയാണ്. ഇപ്പോൾ ഇതാ പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ സാധ്യത പ്ലേയിങ് 11 പുറത്തു വന്നിരിക്കുകയാണ്. സഞ്ജു സാംസൺ കീപ്പറായിട്ടല്ല ടീമിലിരിക്കുന്നത്. വലിയ ട്വിസ്റ്റാണ് BCCI കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ പ്ലേയിങ് 11 നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യയുടെ ഓപ്പണേഴ്സായിട്ട് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും. 3-ാം നമ്പറിൽ കളിക്കാൻ പോകുന്നത് സൂര്യകുമാറാണ്. അതുപോലെ 4-ാം നമ്പറിൽ വിക്കറ്റ് കീപ്പറായിട്ട് ഋഷഭ് പന്ത് ഉണ്ട്. അപ്പോൾ സഞ്ജുവിന് എവിടെയാണ് സ്ഥാനം? അതായിരിക്കും എല്ലാവരും ഉറ്റുനോക്കുന്നത്. സഞ്ജുവിനെ കീപ്പറായിട്ടാണ് ടീമിൽ എടുത്തിരിക്കുന്നത്. പക്ഷേ സഞ്ജു കീപ്പറല്ല. 5-ാം നമ്പറിൽ വൈസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ കളിക്കും. സഞ്ജു കളിക്കാൻ പോകുന്നത് 6-ാം നമ്പറിലാണ്. അതായത് സഞ്ജു കീപ്പറല്ല, സഞ്ജു ഫിനിഷറാണ്. BCCI ഒരുക്കി വെച്ച ഈ സർപ്രൈസ് ആർക്കും തന്നെ അറിയില്ല. ഫിനിഷറായിട്ട് റിങ്കു സിംഗ് ടീമിൽ ഉണ്ടാകുമെന്നായിരുന്നു എല്ലാവരും കരുതിയത്. എന്നാൽ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ റിങ്കു സിംഗ് റിസർവ് താരമാണ്. അദ്ദേഹത്തിന് ടീമിൽ ഇടം പിടിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് റിങ്കു സിംഗിന് പകരം സഞ്ജുവിനെയാണ് BCCI ഫിനിഷറാക്കിയിട്ട് ഇറക്കിയിരിക്കുന്നത്. അല്ലാതെ സഞ്ജു വിക്കറ്റ് കീപ്പർ അല്ല. അതുകൊണ്ട് സഞ്ജുവും ഋഷഭ് പന്തും എല്ലാ മാച്ചിലും കളിച്ചേക്കും. ഇനി പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ പ്ലേയിങ് 11 നോക്കാം. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, സൂര്യകുമാർ യാദവ്, ഋഷഭ് പന്ത്, ഹാർദിക് പാണ്ഡ്യ, സഞ്ജു സാംസൺ, ജഡേജ, കുൽദീപ് യാദവ്, യുസ്വേന്ദ്ര ചഹൽ, ഹർഷദീപ് സിംഗ്, ജസ്പ്രീത് ബുംറ. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് 11. സഞ്ജു പാകിസ്ഥാനെതിരെ തകർത്തടിക്കട്ടെ. ഇന്ത്യ ഇപ്രാവശ്യം 2 കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. ഇന്ത്യക്ക് ഉറപ്പായിട്ടും T20 വേൾഡ് കപ്പ് സ്വന്തമാക്കണം. ആരാധകർ കാത്തിരുന്ന പുതിയൊരു ഓപ്പണിംഗ് കോംബോയാണ് ഇന്ത്യക്ക്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും. ഇന്ത്യ തകർത്തടിക്കുമെന്നത് ഉറപ്പാണ്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.